ഹായ്, ഇപ്പോൾ 7:30 അപ്പോൾ നമുക്ക് സ്കൂളിൽ പോകാൻ അനാപ്പിനെ വിളിക്കാം. അനാപ്പി പറയുന്ന കേട്ടോണേ. ഇച്ചിരി നേരം കൂടി വാ, മതി ഉറങ്ങിയത്, വാ എണീക്കുക, എന്നിട്ടുണ്ട് കുളിക്കുകയൊക്കെ ചെയ്യാൻ. അങ്ങനെ അനാപ്പീനെ എണീപ്പിച്ചിട്ടുണ്ട്. അപ്പം എണീക്കാൻ ഇച്ചിരി മടിയൊക്കെയാണ്. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ആളെക്കൊണ്ട്. അങ്ങനെ അനാപ്പി ഇവിടെ പല്ല് തേക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. അങ്ങനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ ശേഷം എൻ്റെ പല്ല് വെളുത്താവുമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ കാണിക്കുന്നതൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ അനാപ്പി കുളിക്കാൻ പോയി. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പുട്ടും മുട്ട റോസ്റ്റും എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അനാപ്പി കുളി കഴിഞ്ഞ് വന്ന ഉടനെ അനാപ്പിക്ക് ഒരു അര ഗ്ലാസ് ചായയെങ്കിലും വേണം. പക്ഷേ ചായ കുടിച്ച തൊട്ട് പലഹാരം തിന്നത്തുമില്ല. ചായ കൊടുത്തില്ലെങ്കിലും പ്രശ്നം. അത് കാരണം ഞാൻ അര ഗ്ലാസ് ചായയൊക്കെ കൊടുക്കും. അതിനുശേഷം പിന്നെ അനാപ്പിയുടെ മുടി കെട്ടിക്കൊടുക്കലാണ് പരിപാടി. അപ്പം ഞാൻ മുടി കെട്ടിക്കൊടുത്തോണ്ടിരിക്കുവാണ്. അപ്പം ചട അത്യാവശ്യം ഉണ്ടായിരുന്നു. രാത്രിയിൽ മുടി കറക്റ്റായിട്ട് കെട്ടി വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഐലൈനറൊക്കെ തന്നെ ഇപ്പോൾ എഴുതാൻ പഠിച്ചത് കാരണം പിന്നെ കുഴപ്പമില്ല, തന്നെ എഴുതിക്കോളും. അങ്ങനെ പൗഡറൊക്കെ ഇട്ട് സുന്ദരിക്കുട്ടപ്പിയൊക്കെ ആയിട്ട് ഇരിക്കുവാണ്. അങ്ങനെ അനാപ്പിയുടെ ഒഴുക്കമൊക്കെ കഴിഞ്ഞ് ഇനി അനാപ്പി ഫുഡ് കഴിക്കുന്ന ടൈമാണ്. ഫുഡ് കഴിക്കാൻ വളരെയധികം മടിയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ കഴിപ്പിക്കും. എന്താണെന്ന് പറഞ്ഞാൽ അസംബ്ലിയും കാര്യങ്ങളൊക്കെ ഇല്ലേ, തല ഇറങ്ങി വീഴത്തില്ലേ. അങ്ങനെ മടിച്ച് 2-3 ഇത്രയും തിന്നത്തില്ല, 2-3 പിടിയൊക്കെ തിന്നത്തുള്ളൂ. അപ്പോൾ അനാപ്പീൻ്റെ ഇതെന്ന് പറഞ്ഞാൽ കഴിക്കാൻ നേരത്ത് അനാപ്പിക്ക് ഫോൺ വേണം. അങ്ങനെ ഫോണൊക്കെ കണ്ട് കഴിച്ചൊക്കെ കഴിഞ്ഞ് പോകാൻ റെഡിയായി. അച്ചിലുവിനും വണ്ടിയിൽ പോകാൻ ഇഷ്ടമാണ്. പിന്നെ ദേ ഇവിടെ അച്ചിലു എണീറ്റിരിക്കുകയാണ്. കരഞ്ഞു കൂവി വാപ്പിൻ്റെ കൂട്ടത്തിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വണ്ടി കയറി ഇരിപ്പുണ്ട്. അങ്ങനെ അനാപ്പി സ്കൂളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി 4 മണിക്ക് ശേഷം അനാപ്പി വരത്തുള്ളൂ. അപ്പോൾ മൻസൂർക്കാണ് കൊണ്ടാക്കാൻ പോയിരിക്കുന്നത്. അങ്ങനെ അനാപ്പി വരുന്നതും കാത്തുകൊണ്ട് ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ അച്ചിലു ഭയങ്കര കരച്ചിൽ. അച്ചിലുവിൻ്റെ കൈ ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞ്. അപ്പോൾ ഞാൻ തൽക്കാലം ഒരു തുണി കൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. ബാൻഡേജിനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ സമയത്താണ് ഒരു പേരൊക്കെ കണ്ട. ഇനി മൻസൂർക്ക വരുമ്പം അതൊന്ന് പറിക്കാൻ പറയണം. എനിക്ക് എത്തത്തില്ല അത് പറിക്കാൻ. അപ്പോൾ അതേ അന്നൂസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം വരുന്ന കണ്ടപ്പോഴേ ഇവിടെ അച്ചിലുവിന് തുടങ്ങി കൈ കാണിക്കണ്ടേ ഇത്തീന. അതിനു വേണ്ടി അച്ചിലു വെയിറ്റിംഗ് ആയിരിക്കുവാണ്. അച്ചിലു ആണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നിൽക്കുന്നില്ല, ഇറങ്ങി ഓടാൻ വേണ്ടി പോവുകയാണ്. ഇത്തീൻ്റെ അടുത്ത് കാണിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അന്നൂസ് വന്നുകൊണ്ട് തന്നെ കൈയൊക്കെ കാണിച്ച് പൊട്ടിയിരിക്കുന്നത്. അപ്പം പിന്നെ അന്നൂസൊക്കെ ബാൻഡേജ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അച്ചിലുവിന് പിന്നെ അത് കയ്യേ വേണം. പിന്നെ മൻസൂറിക്ക് അത് മേടിച്ച് അകത്തോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അച്ചിലു അതിൻ്റെ പുറകെ പോയിട്ടുണ്ട്. അന്നൂസിനോടാണെങ്കിൽ ഞാൻ ഗേറ്റ് അടച്ചിട്ട് വരാൻ പറഞ്ഞപ്പോൾ അത് ചെറുതായിട്ട് അടച്ചിട്ട് വന്നു. പിന്നെ ഞാൻ രണ്ടാമത് വിട്ടിരിക്കുക, നന്നായിട്ട് അടച്ചിട്ട് വന്നെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ അകത്ത് ചെന്നപ്പോൾ മൻസൂറിക്ക് അച്ചിലുവിൻ്റെ കൈ ബാൻഡേജ് ഒട്ടിക്കാൻ പോവാണ്. കുഞ്ഞൻ കൈ ആയതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു ഒട്ടിക്കാൻ. ആൾ നിന്ന് തന്നു കേട്ടോ. ഞാനോർത്ത് ബാൻഡേജൊക്കെ വലിച്ച് കളയുമായിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ബാൻഡേജൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇതേ നിങ്ങളെ കാണിക്കുവാണ് കേട്ടോ. കുഞ്ഞൻ കൈ ആയതുകൊണ്ട് ഈ പൊക്കി പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നതൊക്കെ. അങ്ങനെ അന്നൂസ് ഇപ്പോൾ ഒരുങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അന്നൂസിൻ്റെ ഈ സന്തോഷം കണ്ട, അതെന്താണെന്നറിയാമോ, സ്കൂളിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞല്ലോ, സ്കൂളിൽ നിന്നൊക്കെ വന്നതിൻ്റെ ആ സന്തോഷമാണ് ഈ കാണിക്കുന്നത്. ഞങ്ങളുടെ അപ്പുറത്തെ ബൈജു ചേച്ചീൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ അന്നൂസിന് വേണ്ടി അവർ കേക്കൊക്കെ വെച്ചിരുന്നു. അന്നൂസ് 2 ദിവസമായിട്ട് അവിടെ പോയിട്ടില്ലായിരുന്നു. എനിക്കൊരു ചെറിയ ആക്സിഡൻ്റൊക്കെ ഉണ്ടായി. അപ്പം ഞാൻ വെളിയിലോട്ട് അങ്ങനെ ഇറങ്ങാറില്ലായിരുന്നു. അപ്പോൾ അന്നൂസ് എൻ്റെ കൂട്ടത്തിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഇത് കേക്ക് പങ്കിടലാണ്. ഉള്ള കേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും അന്നൂസ് കോരി തന്ന്. നല്ല സൂപ്പർ കേക്കൊക്കെ ആയിരുന്നു. പിന്നെ അന്നൂസ് വൈകുന്നേരം ആയപ്പം ഹിന്ദി എക്സാം ഉണ്ട് നാളെ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ അച്ചിലും വഴക്കായിരുന്നു. ഹനാപ്പി ഇവിടെ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഷോർട്സ് ചെയ്യാൻ വേണ്ടി അതിനൊരു ഡാൻസ് 2-3 സ്റ്റെപ്പൊക്കെ ഇട്ട് നോക്കുവാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് മടുക്കുകയൊക്കെ ചെയ്ത് എന്നിട്ട് വീണ്ടും ഇരുന്ന് പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട്. ഉറക്കവും വരുന്നുണ്ട് ആ കൂട്ടത്തിൽ. അപ്പോൾ ഞാൻ പറയുമായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ എടുത്ത് വാരിക്കൊടുക്കുവാണ് അന്നൂസിന്. അല്ലെങ്കിൽ പിന്നെ അന്നൂസ് ഉറങ്ങിപ്പോവും. അങ്ങനെ അന്നൂസ് ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.